ഹലോ വെൽക്കം ടു ചാപ്റ്റേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡാറ്റ കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടാണ്. ഡാറ്റ കമ്മ്യൂണിക്കേഷനും കമ്പ്യൂട്ടർ നെറ്റ്വർക്കും വളരെയധികം അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് ടോപ്പിക്കാണ്. കാരണം കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ഗേറ്റ് ആവട്ടെ, നെറ്റ് ആവട്ടെ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എക്സാംസ് ആകട്ടെ, ഇതിനകത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സബ്ജക്റ്റ് ആണ്. ഒരുപാട് വൈഡായിട്ട് കിടക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ്. പക്ഷേ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ പല ടേംസും നമ്മൾ ആദ്യം പഠിക്കുന്നത് ഡാറ്റ കമ്മ്യൂണിക്കേഷനിലാണ്. ചില കോഴ്സസിന്റെ സിലബസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കും ഡാറ്റ കമ്മ്യൂണിക്കേഷനും കൂടി ഒന്നായിട്ടായിരിക്കും വരുന്നത്. ചിലതിനകത്ത് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സെപ്പറേറ്റ് പേപ്പർ ആയിരിക്കും, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വേറൊരു പേപ്പർ ആയിട്ടായിരിക്കും വരുന്നത്. സോ എങ്ങനെയാണെങ്കിലും നമുക്ക് ഡാറ്റ കമ്മ്യൂണിക്കേഷനിൽ കോർ ആയിട്ട് കവർ ചെയ്യേണ്ടുന്ന കുറച്ച് പോർഷൻസ് അതാണ് ഞാൻ ഇവിടെ ഇപ്പോൾ ബോർഡിൽ എഴുതിയിട്ടുള്ളത്. സോ ഡാറ്റ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ കോമ്പണൻസ് ഓഫ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്താണെന്ന് പഠിക്കും. അതായത് സെൻഡർ, റിസീവർ, മെസ്സേജ്, അങ്ങനെ കുറച്ച് കോമ്പണൻസ് ഉണ്ട്, അതിനെ കുറിച്ചുള്ളത് പഠിക്കും. അതിനുശേഷം മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്മിഷൻ മോഡിനെ കുറിച്ച് പഠിക്കും. പിന്നീട് അനലോഗ് ആൻഡ് ഡിജിറ്റൽ സിഗ്നൽസ്, ദെൻ നോയ്സ്ലെസ് ആൻഡ് നോയ്സി ചാനൽസ്, ബാൻഡ് വിഡ്ത്ത്, ത്രോപുട്ട്, ലാറ്റൻസി, ഇതെല്ലാം കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്തും വരുന്നതാണ്. പിന്നീട് വരുന്നത് ഡിജിറ്റൽ ആൻഡ് അനലോഗ് ട്രാൻസ്മിഷൻ, പിന്നെ ട്രാൻസ്മിഷൻ മീഡിയ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കേബിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡാറ്റ കമ്മ്യൂണിക്കേഷനിൽ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ കോമ്പണൻസ് ഓഫ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഈ രണ്ട് ടോപ്പിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോവാം. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ റിയൽ ലൈഫിൽ കമ്മ്യൂണിക്കേഷൻ എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ. അപ്പോൾ ഒരു ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു സെൻഡർ ഉണ്ടായിരിക്കണം, റിസീവർ ഉണ്ടായിരിക്കണം. എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എനിക്ക് അറിയാവുന്ന ഇൻഫർമേഷൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. ദാറ്റ് മീൻസ് ഞാനൊരു സെൻഡർ ആണ്, നിങ്ങളൊരു റിസീവർ ആണ്. എനിക്ക് അറിയാവുന്ന ഇൻഫർമേഷൻ ആണ് അവിടുത്തെ മെസ്സേജ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. സെയിം ലോജിക്ക് തന്നെയാണ് ഇവിടെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്തും യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മളിപ്പോൾ പറഞ്ഞതിൽ നിന്ന് റിയൽ ലൈഫിൽ നമ്മൾ ഓരോ വ്യക്തികളെയായിരുന്നു സെൻഡറും റിസീവർ ആയിട്ട് പറഞ്ഞതെങ്കിൽ ഇവിടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്തേക്ക് വരുന്ന സമയത്ത് അവിടെ ഡിവൈസസ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഡിവൈസസ് എന്ന് പറയുമ്പോൾ ഡെസ്ക്ടോപ്പ്, ലാപ്ടോപ്പ്, മൊബൈൽ, അങ്ങനെ തുടങ്ങിയ ഡിവൈസസുകളാണ്. പിന്നീട് നമ്മൾ പറഞ്ഞു നമ്മുടെ റിയൽ ലൈഫിനകത്ത് ഇൻഫോർമേഷൻ എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. ആ ഇൻഫോർമേഷൻ എന്നുള്ള ആ ഒരു വേർഡ് മാറിയിട്ട് ഇവിടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഡാറ്റ കമ്മ്യൂണിക്കേഷനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് മെസ്സേജ് അല്ലെങ്കിൽ ഡാറ്റ എന്ന് പറയുന്നത്. സോ നമുക്ക് നമ്മുടെ ഡാറ്റ കമ്മ്യൂണിക്കേഷന്റെ ഡെഫിനിഷനിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എൻ എക്സ്ചേഞ്ച് ഓഫ് ഡാറ്റ ബിറ്റ്വീൻ ടു ഓർ മോർ കണക്റ്റഡ് ഡിവൈസ്. ഞാൻ പറഞ്ഞു മിനിമം 2 പേരെങ്കിലും വേണം, ഒരു സെൻഡറും റിസീവറും വേണം. അപ്പോൾ 2 അല്ലെങ്കിൽ 2ൽ കൂടുതലോ കണക്റ്റഡ് ഡിവൈസസിന്റെ ഇടയ്ക്കുള്ള ഡാറ്റ എക്സ്ചേഞ്ചിനെയാണ് നമ്മൾ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു പ്രോസസ് ആണ്. അപ്പൊ ഈ ഒരു പ്രോസസ്സിന്റെ ഉള്ളിൽ ആരെല്ലാം ഇൻവോൾവ് ആണ് എന്നുള്ളത് നോക്കാം. അപ്പൊ ഈ പറഞ്ഞതിൽ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും ഒരു സെൻഡറും ഉണ്ട്, റിസീവറും ഉണ്ട്, അതുപോലെ സെൻഡർ സെൻഡ് ചെയ്യുന്ന ഒരു മെസ്സേജ് ഉണ്ടായിരിക്കും. സോ അതിൽ തന്നെ നമുക്ക് 3 കോമ്പണൻസ് കിട്ടി: സെൻഡർ, റിസീവർ ആൻഡ് മെസ്സേജ്. നെക്സ്റ്റ് വരുന്നതാണ് കമ്മ്യൂണിക്കേഷൻ മീഡിയം. എന്താണ് കമ്മ്യൂണിക്കേഷൻ മീഡിയത്തിന്റെ റോൾ എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഞാൻ ഈ പറയുന്ന ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തുന്നത് ഏത് വഴിയാണ്? യൂട്യൂബ് വഴിയാണ്. യൂട്യൂബ് എന്ന് പറയുമ്പോൾ ഇന്റർനെറ്റ് വഴിയാണ്. അപ്പൊ ഇന്റർനെറ്റ് ആണ് ഞാൻ അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ട്രാൻസ്മിഷൻ മീഡിയം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു 4 കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രം കംപ്ലീറ്റ് ആകില്ല ആ ഒരു കമ്മ്യൂണിക്കേഷൻ. ആ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ അവർ ഫോളോ ചെയ്യേണ്ടുന്ന കുറച്ച് പ്രോട്ടോകോൾസ് ഉണ്ട്. പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് റൂൾസിനെയാണ് നമ്മൾ പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു സെൻഡർ, ഞാൻ നിങ്ങളോട് പറയുന്ന ആ ഒരു മെസ്സേജ്, ആ മെസ്സേജ് നിങ്ങൾക്ക് മനസ്സിലാകുക കൂടി വേണം. അപ്പൊ ഞാൻ പറയുന്ന ലാംഗ്വേജ് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ അതിന് ഒരിക്കലും ഒരു സക്സസ്ഫുൾ കമ്മ്യൂണിക്കേഷൻ ആണ് എന്ന് പറയാൻ പറ്റില്ല. സോ 2 പേരും സെറ്റ് ഓഫ് റൂൾസ് ഫോളോ ചെയ്യണം. ഞാൻ പറയുന്ന ലാംഗ്വേജ് നിങ്ങൾക്കും അറിയാം എന്നുള്ള അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ 2 പേരുടെ ഇടയ്ക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സക്സസ്ഫുൾ ആകത്തുള്ളൂ. അതൊരു റൂള് വെക്കുകയാണ്. ഞാൻ പറയുന്ന ലാംഗ്വേജ് നിങ്ങളും പഠിച്ചിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ലാംഗ്വേജ് വേണം ഞാൻ പറയണം എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഈ പിക്ചറിൽ റെപ്രസെന്റേഷൻ നോക്കാം. ഇവിടെ ഒരു സെൻഡർ ഉണ്ട്. സെൻഡർ ഒരു പ്രോട്ടോകോൾ ഫോളോ ചെയ്തിട്ടാണ് മെസ്സേജ് പാസ് ചെയ്യുന്നത്. ഈ സെൻഡറിനെ അതുപോലെ തന്നെ റിസീവറിനെയും കളക്റ്റീവ്ലി പറയുന്ന പേരാണ് നോഡ്സ് എന്ന്. അപ്പോൾ ഓരോ ഡിവൈസസിനെയും നമ്മൾ നോഡ്സ് എന്നാണ് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സെൻഡർ പ്രോട്ടോകോൾ ഫോളോ ചെയ്തുകൊണ്ട് ഒരു മെസ്സേജ് ട്രാൻസ്മിഷൻ മീഡിയം വഴി റിസീവറിലേക്ക് സെൻഡ് ചെയ്യാണ്. ആ റിസീവറും അതുപോലെ തന്നെ ഒരു പ്രോട്ടോകോൾ ഫോളോ ചെയ്തിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇത്രയാണ് നമ്മൾ ഒരു ഡാറ്റ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന കോമ്പണൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ ഒരു പക്ഷേ പറ്റുമായിരിക്കാം, ഞാൻ പറയാം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ബോയ് ഫ്രണ്ടിനോ ഗേൾ ഫ്രണ്ടിനോ ഒരു മെസ്സേജ് പാസ് ചെയ്യണം. അപ്പൊ തന്നെ 3 കോമ്പണൻസ് വന്നു. നിങ്ങളാണ് സെൻഡർ, അതുപോലെ റിസീവർ ആയിട്ട് ബോയ് ഫ്രണ്ടോ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടിനെയോ കൺസിഡർ ചെയ്യാം. ഓക്കെ, പിന്നെ 3ാമത്തെ കണ്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്താണ്? ഒരു മെസ്സേജ് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ. ആ മെസ്സേജ്, അതാണ് 3ാമത്തെ കോമ്പണന്റ് ആയിട്ടുള്ളത്.
ഇനി ഫോർത്ത് വൺ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ മീഡിയം വഴി എങ്ങനെ നിങ്ങൾ ഈ ഒരു മെസ്സേജ് അങ്ങോട്ടേക്ക് എത്തിക്കും. ഒന്നുകിൽ ഏതെങ്കിലും ഫ്രണ്ട് വഴിയാകാം, ദാറ്റ് മീൻസ് ഓഫ്ലൈൻ ആകാം, അല്ലെങ്കിൽ ഓൺലൈൻ വാട്സപ്പ് വഴിയാകാം. അങ്ങനെയുള്ള ആ ഒരു മീഡിയം നിങ്ങൾ സെലക്ട് ചെയ്യണം. ഇനി ഇത്രയും 4 കാര്യങ്ങൾ ഉണ്ടായാൽ മാത്രം പോരാ. ഇപ്പൊ നിങ്ങൾ അയക്കുന്ന മെസ്സേജ് മലയാളത്തിലാണ്, പക്ഷേ ബോയ് ഫ്രണ്ടിനോ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടിനോ മലയാളം അറിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സക്സസ്ഫുൾ ആവില്ല. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം മെസ്സേജ് ചെയ്യുമ്പോൾ തന്നെ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരിക്കണം നമുക്ക് രണ്ടുപേർക്കും ഇംഗ്ലീഷ് അറിയാം, ഇംഗ്ലീഷിൽ വേണം മെസ്സേജ് പാസ് ചെയ്യാൻ. ദാറ്റ് മീൻസ് അവിടെ ഒരു പ്രോട്ടോകോൾ ഉണ്ട്, ഇംഗ്ലീഷ് എന്നുള്ള ലാംഗ്വേജ് മാത്രമേ ഫോളോ ചെയ്യുള്ളൂ എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ ഇംഗ്ലീഷിൽ അയക്കുന്ന മെസ്സേജ് അയാൾക്ക് ഡീകോഡ് ചെയ്യാനും പറ്റും. ദാറ്റ് മീൻസ് അവിടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സക്സസ്ഫുൾ ആണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. സോ ഇത്രയാണ് കോമ്പണൻസ് ഓഫ് ഡാറ്റ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് പോയി നോക്കാം എന്താണ് ടൈപ്സ് ഓഫ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ മോഡ്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ മോഡ്. ഈ 3 കാര്യങ്ങളും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പൊ എന്താണ് ട്രാൻസ്മിഷൻ മോഡ് എന്നുള്ളത് നോക്കാം. നെക്സ്റ്റ് വൺ ആണ് ടൈപ്സ് ഓഫ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ മോഡ്, കമ്മ്യൂണിക്കേഷൻ മോഡ് എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാം ഒരു കാര്യം തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് ട്രാൻസ്മിഷൻ മോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറയുന്നു ഒരു സെൻഡറിൽ നിന്ന് ഒരു റിസീവറിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഡാറ്റ ഫ്ലോ ചെയ്യുന്ന സമയത്ത് അത് ട്രാൻസ്മിഷൻ മീഡിയ വഴിയാണ് പോകുന്നത്. അപ്പൊ ആ ട്രാൻസ്മിഷൻ മീഡിയയിൽ ഡാറ്റ ഫ്ലോ ചെയ്യുന്ന ആ ഡയറക്ഷനെയാണ് നമ്മൾ ട്രാൻസ്മിഷൻ മോഡ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ദി ഡയറക്ഷൻ ഓഫ് ദി ഫ്ലോ ഓഫ് ഡാറ്റ ബിറ്റ്വീൻ 2 കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്. 2 കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഉണ്ട്, അതിൽ നിന്ന് ഡാറ്റ ഫ്ലോ ചെയ്യുന്ന ആ ഒരു ഡയറക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്മിഷൻ മോഡ്. അപ്പൊ ഈ ട്രാൻസ്മിഷൻ മോഡിനെ തന്നെ മെയിൻ ആയിട്ട് 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ സിംപ്ലെക്സ് മോഡ്, സെക്കൻഡ് വൺ ഹാഫ് ഡ്യൂപ്ലെക്സ്, then third one is the full duplex mode. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് എന്താണ് എന്ന് നോക്കാം. ഈ സിംപ്ലെക്സ് മോഡ് ഓഫ് ട്രാൻസ്മിഷനകത്ത് ഡാറ്റ ഫ്ലോ ചെയ്യുന്നത് യൂണി ഡയറക്ഷനിലായിരിക്കും. എന്ന് വെച്ചാൽ ഒരൊറ്റ ഡയറക്ഷനിൽ മാത്രമേ ഡാറ്റ ഫ്ലോ നടക്കുന്നുള്ളൂ. അപ്പോൾ ഒരു സെൻഡറിൽ നിന്ന് റിസീവറിലോട്ട് ഡാറ്റ ഫ്ലോ ചെയ്യുന്ന സമയത്ത് സെൻഡറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഡാറ്റ സെൻഡ് ചെയ്യൽ മാത്രമാണ്. ഒരിക്കലും സെൻഡറിന് ഡാറ്റയെ റിസീവ് ചെയ്ത് വെക്കാനുള്ള പ്രൊവിഷൻ ഇല്ല. അതുപോലെ തന്നെ റിസീവറിന്റെ സൈഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ റിസീവറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഡാറ്റയെ റിസീവ് ചെയ്യൽ മാത്രമാണ്. ഒരിക്കലും റിസീവറിന് ഡാറ്റ സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല. അതിനെ കൊണ്ടുള്ള മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു ചാനലിനും ഡാറ്റ ഫ്ലോ ചെയ്യുന്ന ഒരു ചാനലിന്റെ മാക്സിമം കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അറ്റ് എ ടൈമിൽ ഒരുപാട് ഡാറ്റ ആ ഒരു ചാനൽ വഴി സെൻഡ് ചെയ്യാനും സെൻഡറിന് പറ്റുന്നുള്ളത്. ഇനി ഇതിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റേഡിയോ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് അതൊക്കെ നമുക്ക് ഇതിനെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. കാരണം അവിടെയൊക്കെ എന്താ സംഭവിക്കുന്നത്? റേഡിയോ സ്റ്റേഷനിലൊക്കെ നമ്മൾ കേൾക്കുന്നത് മാത്രമേ ഉള്ളൂ, ഒരിക്കലും നമ്മൾക്ക് അങ്ങോട്ട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് അവിടെ കിട്ടുന്നില്ല. അത് ഒരു ഡ്രോബാക്ക് ആണ്. ദാറ്റ് മീൻസ് ഇന്റർ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് പോസിബിൾ അല്ല. ഒരു സൈഡിൽ നിന്ന് മാത്രമേ അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുള്ളൂ എന്നുള്ളതാണ് സിംപ്ലെക്സ് മോഡ് ഓഫ് ട്രാൻസ്മിഷന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത് അത്ര അങ്ങോട്ട് പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ട്രാൻസ്മിഷൻ മോഡാണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് സിംപ്ലെക്സ് മോഡിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് വേണം നോക്കാം ഹാഫ് ഡ്യൂപ്ലെക്സ്. ഇനി ഹാഫ് ഡ്യൂപ്ലെക്സ് മോഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡാറ്റ ഫ്ലോ എന്നുള്ളത് 2 ഡയറക്ഷനിലും പോസിബിൾ ആണ്, പക്ഷെ 1 ഡയറക്ഷൻ അറ്റ് എ ടൈം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ സെമി ഡ്യൂപ്ലെക്സ് മോഡ് എന്നുകൂടി പറയുന്നുണ്ട്. അപ്പൊ സെമി ഡ്യൂപ്ലെക്സ് മോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ ഇപ്പോൾ അറ്റ് എ ടൈമിൽ ഒരു ഡയറക്ഷനിൽ മാത്രമേ ഡാറ്റ ഫ്ലോ ചെയ്യുന്നുള്ളൂ. ദാറ്റ് മീൻസ് ആ ഒരു ഡാറ്റ ഫ്ലോ ചെയ്യുമ്പോൾ ആ ചാനലിന്റെ ഫുൾ കപ്പാസിറ്റി ആ ഡാറ്റ ഫ്ലോയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ വേറൊരു പ്രശ്നം വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെൻഡർ ഡാറ്റ സെൻഡ് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡിലുള്ള റിസീവറിന് അവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഒരിക്കലും റിസീവറിന് അതേ സമയം ഡാറ്റ തിരിച്ച് ഇപ്പുറത്തോട്ട് സെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ടൈം വേസ്റ്റേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിൽ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് എറർ ഡിറ്റക്ഷൻ ആണ്. സപ്പോസ് റിസീവറിന് കിട്ടേണ്ടുന്ന ഒരു ഡാറ്റ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ റിസീവർ എന്ത് ചെയ്യും? ഡാറ്റ റീട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻഡറിന് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വോക്കി ടോക്കി യൂസ് ചെയ്യാൻ പറ്റും. കാരണം വോക്കി ടോക്കിയിൽ എന്താ നടക്കുന്നത്? അറ്റ് എ ടൈമിൽ ഒരാൾക്ക് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. 2 പേരും ഒരേ സമയം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള നോയ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ഇത്രയാണ് നമുക്ക് ഹാഫ് ഡ്യൂപ്ലെക്സ് മോഡിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഫുൾ ഡ്യൂപ്ലെക്സ് മോഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ബൈ ഡയറക്ഷൻ കമ്മ്യൂണിക്കേഷൻ ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റ് എ ടൈമിൽ 2 ഡയറക്ഷനിലും ഡാറ്റ ഫ്ലോ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്കി 2 കമ്മ്യൂണിക്കേഷൻ മോഡിനെ എടുത്ത് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. ഓക്കെ, ഇനി ആ ഒരു ഫാസ്റ്റ് ആയിട്ട് ഈ 2 ഡയറക്ഷനിൽ നടക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള ചാനലിനെ തന്നെ 2 സിംപ്ലെക്സ് ചാനൽസ് ആക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിച്ചു?
മൊത്തം ചാനലിന്റെ ബാൻഡ് വിഡ്ത്തിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ടൈമിൽ ഒരു ഡയറക്ഷനിൽ ഡാറ്റ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ആ ചാനലിന്റെ ഫുൾ കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടെലിഫോൺ നെറ്റ്വർക്കിൽ അറ്റ് എ ടൈമിൽ നമുക്ക് സംസാരിക്കാനും പറ്റും, അതുപോലെ തന്നെ അവർ പറയുന്നത് കേൾക്കാനും പറ്റുന്നുണ്ട്. സോ ഇത്രയാണ് നമുക്ക് ഫുൾ ഡ്യൂപ്ലെക്സ് മോഡിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ അത്രയും നിങ്ങൾക്ക്, അതായത് എന്താണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ, എന്തൊക്കെയായിരുന്നു കോമ്പണൻസ് ഓഫ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ, പിന്നീട് ട്രാൻസ്മിഷൻ മോഡ്, 3 ടൈപ്പ് ട്രാൻസ്മിഷൻ മോഡ്, ഇത്രയും കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് ക്ലാസ്. ബൈ.